ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് മസ്റ്റ് ഡേറ്റി പ്ലേ ബോയ് എപ്പിസോഡ് നമ്പർ 18 ആയിട്ടാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ കാണിച്ചിട്ടുള്ളത് ജഗൻ പറയുന്നുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ജഗൻ എഴുന്നേൽക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട് നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവോ എന്ന് ചോദിക്കുമ്പോൾ പോവാന്നൊക്കെ ജഗൻ പറയുന്നുണ്ടെങ്കിലും കൗശി പറയുന്നുണ്ട് സാരില്ല നീ ഇവിടെ നിന്നോളാൻ പറയുമ്പോൾ ജഗൻ അവിടെ നിൽക്കുന്നുണ്ട്. അന്ന് അവർ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മോർണിംഗ് ജഗൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജഗൻ ആകെ ഞെട്ടുന്നുണ്ട്. ആ സമയത്തേക്കും ജഗൻ വേഗം അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൻ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. ജഗനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ള ചിന്തയിൽ ജഗൻ ഇവിടെ ഇനി നിൽക്കണ്ട, നാട്ടിൽ നിൽക്കണ്ട, അബ്രോഡ് പോകാമെന്നുള്ള പ്ലാനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ജെയിൻ്റെ മെസ്സേജ് വരുന്നത്. ഞാൻ ഇന്നലെ നിന്നോട് പറയാൻ മറന്നു, എനിക്ക് കൗശിനെ ഭയങ്കര ഇഷ്ടമാണ്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയമാകുമ്പോഴത്തേക്കും ജഗൻ ആകെ കുറ്റംബോധം തലക്കടിക്കുന്നുണ്ട്. അവൻ നേരെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ ബുക്ക് ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ലൈബ്രറിയിലേക്ക് ബുക്ക് തിരിച്ചു വെക്കണം എന്ന് തോന്നിയ ജഗൻ എന്ത് ചെയ്തു, ലൈബ്രറിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ജഗൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ സ്വന്തം പേര് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ജെയിൻ്റെ നെയിം ബോർഡ് വെച്ചിട്ടാണ് ജഗൻ പോകുന്നത്. ആ സമയത്തേക്കും ആരോടും പറയാതെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണം, വേഗം ഈ നശിച്ച നാട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്നുള്ള രീതിയിലാണ് ജഗൻ നിൽക്കുന്നത്. അങ്ങനെ ജഗൻ ലൈബ്രറിയിൽ പോകുമ്പോഴാണ് താരേനെ കാണുന്നതും. താര അവിടെ ബുക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ താര നേരെ താഴത്തേക്ക് വീഴുമ്പോൾ ജഗനാണ് വന്ന് പിടിക്കുന്നത്. പക്ഷേ താരേൻ്റെ മനസ്സിലത് സെയിനാണെന്നാണ്. കാരണം സെയിൻ്റെ നെയിം പ്ലേറ്റ് ആണല്ലോ ജഗൻ വെച്ചിട്ടുള്ളത്. അവൾ നെയിം പ്ലേറ്റ് മാത്രമേ കണ്ടുള്ളൂ, ഫേസ് ഒന്നും കണ്ടില്ല മാസ്ക് വെച്ചേക്കണുണ്ട്. അപ്പോൾ താരയാണെങ്കിൽ കൺഫ്യൂഷനിൽ വിചാരിച്ചിരിക്കുന്നത് സെയിനാണെന്നാണ്. പക്ഷേ ആക്ച്വലി അത് ജഗനായിരുന്നു. ജഗനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ കൗശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് തിരിച്ച് വരില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സെയിനോടെല്ലാം വന്ന് പറയണം, സെയിനെ തുറന്ന് സംസാരിക്കണം, സെയിനെ പോലെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ തിരിച്ച് വന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിന് പുതിയ ഗേൾ ഫ്രണ്ട് ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. കാരണം ഇനിയെങ്കിലും എനിക്ക് അവൻ്റെ അടുത്ത് സത്യങ്ങളൊക്കെ പറയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ താരേനെ കാണുന്നത്. താരേൻ്റെ ഫെയറി ടെയിൽ ലവ് സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങേ ഞാൻ തന്നെയായിരുന്നു. എന്നെ കണ്ടിട്ടാണ് അവൾ വിചാരിച്ചത് സെയിനാണെന്നുള്ളത്. കൗശി ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നീ എന്തതൊന്നും പറയാതിരുന്ന അവളുടെ അടുത്ത് നിന്ന് ചോദിക്കുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം സെയിൻ്റെ അടുത്ത് പറയാമായിരുന്നു, അങ്ങനെ അവർ രണ്ടുപേരും പിരിക്കായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യില്ല. സെയിനാണെങ്കിലും താരയാണെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അവർ രണ്ടുപേരും നല്ല മാച്ചുമാണ്, അവർ നല്ല ജോഡികളുമാണ്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ അവനോടൊന്നും പറയാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിന്നോടും പറയണേ, നീയും സെയിനും ഒരിക്കലും സെറ്റാവില്ല, സെയിന് താര തന്നെയാണ് നല്ലത് എന്ന് ജഗൻ പറയുന്നുണ്ട്. എനിക്കത് പറ്റില്ല ജഗൻ, എനിക്കാണെന്നുണ്ടെങ്കിൽ സെയിനെ വേണം. അന്ന് അങ്ങനെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും നടന്നു എന്ന് വെച്ചിട്ട് എനിക്ക് സെയിനെ ജീവിതകാലത്ത് ഒരിക്കലും കിട്ടരുതെന്ന് വല്ലതും ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. അന്ന് നടന്നതൊക്കെ ഒരു മിസ്റ്റേക്കാണ്. അന്ന് നമ്മൾ രണ്ടുപേരും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിക്കാണ്ടായിരുന്ന സിറ്റുവേഷനും നിനക്കറിയാലോ. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ജഗൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എപ്പോൾ തൊട്ടാണ് സെയിനെ വീണ്ടും ഇഷ്ടമായത്? താരേനോട് ഇഷ്ടം വന്നതിന് ശേഷം, താരയ്ക്ക് വേണ്ടി അവൻ മാറിയതിന് ശേഷം. അവൻ താരേനെയാണ് ഇഷ്ടപ്പെടുന്നത്. അവൻ താരേനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ മാറിയത്. ആ മാറ്റം കണ്ടിട്ടാണ് നിനക്ക് സെയിനോട് ഇഷ്ടം തോന്നിയത്, അല്ലാതെ അതിന് മുന്നുള്ള സെയിനെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആവശ്യമാക്കുന്നുണ്ട് എന്നാൽ പിന്നെ താരയ്ക്ക് ഹാപ്പിയാണോ? താര ആ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണോ? നിനക്ക് എന്തായാലും താരനെ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ചെന്ന് നിൻ്റെ ഇഷ്ടം അവളോട് പറയണം. അല്ലാതെ ഇങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ല. നീ ഒരിക്കലും വിചാരിക്കരുത് നീ സെയിൻ്റെ അത്ര എത്തൂല, നീ സെയിനേലും മോശമാണെന്നൊന്നും വിചാരിക്കരുത്. ഇപ്പോഴും പഴയ കാര്യങ്ങളോ ആലോചിച്ചിരുന്ന് അതിൽ റിഗ്രറ്റ് അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അത് ആലോചിച്ച് നീ നിൻ്റെ ഇപ്പോഴത്തെ ലൈഫ് കളയരുത് ജഗന് കൗശി പറയുന്നുണ്ട്. കൗശി ആണെന്നുണ്ടെങ്കിൽ താരനെ പ്രപ്പോസ് ചെയ്യാൻ, താരനോട് ഇഷ്ടം പറയാൻ വേണ്ടി ജഗനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ജഗൻ ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ ആരാ നീ തീരുമാനം എടുക്കാൻ വേണ്ടി, നീ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് കൗശി പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഓർഡിനറി ഗേളാണ്, ആരെങ്കിലും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമാണ് ഞാൻ. എൻ്റെ ഒരു താല്പര്യമുള്ള കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിനക്കിത് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൗശി പോകുന്നുണ്ട്. സെയിൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്, അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ട്. ബോബി പറയുന്നുണ്ട് വേണ്ട അച്ഛൻ ബിസിയാണ്, നീ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് വേഗം തന്നെ തള്ളി കയറുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ബോബി പൊക്കോ, അവൻ എന്തോ പറയാനുണ്ട്, അവൻ എന്തായാലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെയിൻ പറയുന്നുണ്ട് എനിക്ക് താരനെ നല്ല ഇഷ്ടമാണ്, ഞാനും താരയും തമ്മിലുള്ള റിലേഷൻ സീരിയസ് ആണ്, അവളുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ല. ഇത് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് വന്നത് പറയണമെന്ന് തോന്നി, നിങ്ങളും പ്രിയദർശനും തമ്മിൽ പല പ്രശ്നം ഉണ്ടായിരിക്കും, പക്ഷെ അതെന്നെ ബാധിക്കണ കാര്യമല്ല, ഇതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് ശരിയാണ്, എനിക്കും പ്രിയദർശനും ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, അത് ബിസിനസ് പരമായിട്ടുള്ളത് മാത്രമാണ്, പക്ഷേ ഫാമിലിയുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ
താര വന്നതിന് ശേഷമാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. കാരണം നീ എന്താ ചെയ്യണേ, എങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് നീ എന്ത് ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, നീ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ പിന്നാലെ വന്നതെന്ന് പറയുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട് അതിന് സ്റ്റോക്കിംഗ് എന്നാണ് പറയാമെന്ന് പറയുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് അത് സ്റ്റോക്കിംഗ് അല്ല, അക്കര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, കൺസേൺ. എനിക്ക് നിൻ്റെ അടുത്ത് കൺസേൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് താരയും ഇവരും തമ്മിലുള്ള ഫോട്ടോസ് അച്ഛൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് നീ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കുന്നത് മുന്നേ കണ്ടിട്ടില്ല, നീ അവളുടെ അത്രയും ഹാപ്പിയാണ് എന്നുള്ളത് എനിക്ക് ഈ ഫോട്ടോസ് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് അച്ഛൻ പറയുന്നുണ്ട്. നീ ഈ കാണുന്ന ബിസിനസ്സുകളൊക്കെ തന്നെ ഞാനും നിൻ്റെ അമ്മയും കൂടി കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ്. ഇതിൽ ഒരു ചതിയൂല കള്ളോല ആരെയും ബാക്ക് സ്റ്റാബും ചെയ്തിട്ടില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ നിൻ്റെ അമ്മ, അവളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് പോലും എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ബിസിനസ് ഇത്രത്തോളം ആക്കിയത് അവളാണ്. ആ ഒരു സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പോയി ബിസിനസ് ചെയ്തോ, ഞാൻ മോനെ നോക്കിക്കൊണ്ട്, ഞാൻ ഫാമിലി നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം അവളെ എന്നെയും നിന്നെയും ഒക്കെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കരയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, എനിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നിൻ്റെ അമ്മ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, എനിക്ക് അത്രയും സങ്കടമുണ്ട്, അവളായിരുന്നു എൻ്റെ എല്ലാതും. അതുകൊണ്ടാണ് ഞാൻ പറയണേ ആരിലും അറ്റാച്ച്ഡ് ആവരുത് മോനെ. ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും ഇത്. ഒരിക്കലും ആരോടും അറ്റാച്ച്ഡ് ആവരുത്. കാരണം അവരൊരു പക്ഷേ ഈ ലോകത്ത് നാളെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയുമായിട്ടുള്ള വിഷമിച്ചൊരു വേസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയുന്നതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഞാനൊരു പൊട്ട അച്ഛനാണ്, അത് ഞാൻ സമ്മതിക്കുന്നുണ്ടടാ. കാരണം അവളില്ലാത്ത ആ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ആകെ വിഷമമാണ്. നിന്നെയും ആ വീടും ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് അവളെയാണ് ഓർമ്മ വരിക. അതുകൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ നിന്നൊക്കെ ഓടിപ്പോയി പല ബിസിനസ്സുകൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ അമ്മേൻ്റെ ഫോട്ടോ നോക്കിയിട്ട് കരയുന്നുണ്ട്. പക്ഷെ ഞാൻ തോറ്റുപോയടാ, എനിക്ക് നിന്നോടൊരു നല്ല അച്ഛനായിരിക്കാൻ പറ്റിയിട്ടില്ല, എന്നോട് നീ ക്ഷമിക്കുന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ പ്രിയദർശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മോൻ നിൻ്റെ മോളുടെ കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്നൊക്കെ ഞാൻ കേട്ടത്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ഒരിക്കലും വിഷമിക്കരുത്, നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും, എന്തിനും ഞാനുണ്ടായിരിക്കും എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും അവനും തമ്മിൽ ഹഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അച്ഛൻ പറയുന്നുണ്ട് സെയിൻ ട്രൂ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നേ അല്ല. അവർക്ക് വേണ്ടാന്ന് തോന്നി അവർ പോവും, പക്ഷേ ആ സ്നേഹം സത്യമാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും, നീ അതാലോചിച്ച് വിഷമിക്കേണ്ടെന്നും പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. താരയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജഗൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താര പറയുന്നുണ്ട് ഞാനും സെയിനും ഒരിക്കലും ഇനി സെറ്റാവില്ല, സെയിനും കൗശിയുമാണ് മാച്ച്. അതിനായിട്ട് അവരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഫ്രെയിമിൽ നിന്ന് പോകേണ്ടതുണ്ട്. അതിനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അതിനെനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരുമോ എന്ന് താര ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട് ശരി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. സെയിൻ ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ജഗനും താരയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. സെയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്, അവൻ അവിടെ കിടന്ന് കരയുന്നുണ്ട്. എന്നിട്ട് സെയിൻ നേരെ വിടുന്നത് ജഗൻ്റെ വീട്ടിലേക്കാണ്. ജഗൻ വന്ന് വാതിൽ തുറക്കുമ്പോഴത്തേക്കും ജഗൻ്റെ മൂക്കിനിട്ടൊരു ഇടി സെയിൻ കൊടുക്കുന്നുണ്ട്. ജഗൻ നേരെ അവിടെ താഴെ വീഴുന്നുണ്ട്. സെയിൻ ആണെന്നുണ്ടെങ്കിൽ ജഗൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നിന്നെയൊക്കെയാണ് വിശ്വസിച്ചത്, നിന്നെ വിശ്വസിച്ച് ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞു, ഇതൊക്കെയാണ് ഞാൻ ചെയ്ത തെറ്റും, വെറും 3 ആഴ്ചയായിട്ടല്ലേ ആയിട്ടുള്ളൂ നീ അവളെ കണ്ടിട്ട്, അതിനുള്ളിൽ നിനക്ക് എവിടെ നിന്നാ പ്രേമം വരാനായിട്ട്, നിന്നെയൊക്കെ വിശ്വസിച്ചു, അതാ ഞാൻ ചെയ്ത തെറ്റെന്നും പറഞ്ഞ് സെയിൻ അവിടെ നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട് എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് ആ ലൈബ്രറിയിൽ വെച്ച് അവൾ കണ്ടത് എന്നെയായിരുന്നു, ഞാനാണ് അവൾ വീഴാൻ പോയപ്പോൾ പിടിച്ചത്, അന്ന് നിൻ്റെ നെയിം പ്ലേറ്റ് ഞാൻ വെച്ചതുകൊണ്ട് അവൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, പിന്നെ നിന്നെയും അവളെയും ഞാൻ തമ്മിൽ തെറ്റിച്ചു എന്നൊന്നും നീ പറഞ്ഞേക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റിന് ഞാൻ താരയുടെ അടുത്ത് പോയി സോറി പറയാറുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്, എല്ലാം അറിഞ്ഞിട്ട് ഞാൻ അതൊക്കെ ചെയ്തത് നിങ്ങൾക്ക് അവളെ ഇഷ്ടമായതുകൊണ്ടാണ്, നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് എന്ന് ജഗൻ പറയുന്നുണ്ട്. സത്യങ്ങളെല്ലാം എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ താരയുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല സെയിൻ, പക്ഷെ അവളെ ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, അവൾക്ക് വിഷമാവുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്, അവളെ ലൈഫ് ഫുള്ള് ഹാപ്പി ആക്കി വെക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ട് അവൾക്ക് വേണ്ടി ഞാൻ ഇത് ശരി അത് തെറ്റെന്നൊന്നും ഞാൻ വിചാരിക്കില്ല, തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷെ അവൾക്ക് വേണ്ടി ഇനിയും ഞാൻ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും, എനിക്കതിൽ ഒരു കുഴപ്പമില്ല, ഐ ആം സോറി സെയിൻ ജഗൻ പറയുന്നുണ്ട്. ആ സമയത്ത് സെയിൻ പറയുന്നുണ്ട് ഇന്ന് അച്ഛൻ വന്നിരുന്നു, അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുറേ നാൾക്ക് ശേഷം അച്ഛൻ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചു, അച്ഛൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ അച്ഛനെ
തെറ്റിദ്ധരിച്ച പോലെയാണ് തോന്നുന്നത്, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ജഗനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഐ എം സോറി, ഞാൻ ഒന്നും ആലോചിച്ചിട്ടല്ല ചെയ്തത്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അറിയാം, ഐ എം സോറി എന്ന് ജയൻ പറയുന്നുണ്ട്. ആ സമയത്ത് ജയൻ ഒന്നും പറയുന്നില്ല. ജയൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് നേരെ വാതിൽ വിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ താരയാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിലിരുന്ന് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശാലുമ അത് കാണുന്നുണ്ട്. ശാലുമ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇത്രയും നാൾ നീ ചെയ്തത് ശരി തെറ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. എനിക്കറിയാം മോനെ, നിൻ്റെ മനസ്സിൽ കുറേയധികം വിഷമങ്ങളുണ്ട്, നീ കുറേയധികം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഇതൊന്നിനും ഒരു പോം വഴിയല്ല. നീ ചിന്തിക്കുക, നീ മനസ്സിരുത്തി ചിന്തിക്കുക. നിനക്ക് എന്താണോ തോന്നുന്നത്, നിൻ്റെ മനസ്സിന് എന്താണോ തോന്നുന്നത് അത് നീ ചെയ്യുക. നീ സമയമെടുത്തോ, പക്ഷെ നിനക്ക് എന്താ വേണ്ടതെന്നുള്ളത് നീ ആലോചിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ശാലുമ അവളുടെ നെറ്റിയിൽ കിസ് ചെയ്ത് അവളെ ഹഗ് ചെയ്ത് സമാധാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ സമയത്ത് താരയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുന്ന ഒരു പഴയ ഫ്ലാഷ് ബാക്കാണ്. പണ്ട് ജെയിൻ ഓൾറെഡി താരയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും, നീ ഒരു ദിവസം എന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് താര പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിട്ടിട്ട് പോകാനോ, അതൊരിക്കലും നടക്കാൻ പോകില്ല, ഞാൻ നിന്നെ വിട്ടിട്ട് എവിടെ പോകാനാന്ന് ചോദിക്കുന്ന സമയത്ത് ജെയിൻ പറയുന്നുണ്ട്, അറിയില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ നല്ല വാശിക്കാരനല്ലേ, ഞാൻ തല്ലുകൂട്ടം കൂടുന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, നീ എന്നെ തല്ലി കൂടി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം പറയാൻ താര, നീ എന്നെ വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകണം, മനസ്സിലായോ, എന്നെ വിഷമിപ്പിക്കരുത്, എന്നോട് ജസ്റ്റ് ഒന്ന് കാര്യം പറഞ്ഞിട്ടെങ്കിലും നീ പോകണമെന്ന് പറയുന്ന സമയത്ത് താര പറയുന്നത്, ഞാൻ നിന്നെ വിട്ടിട്ട് എവിടേക്കും പോവില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ താര ഇപ്പോൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ഈ ഒരു സീരീസ് വന്നിട്ട് ഓൺഗോയിങ് ആയിട്ടുള്ളൊരു സീരീസാണ്. സോ ഇതിന് 26 എപ്പിസോഡ്സാണ് ടോട്ടൽ ഉള്ളത്. നമ്മൾ ഈ 18 വീഡിയോസിലായിട്ട് 26 എപ്പിസോഡ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയൊരു എപ്പിസോഡ് അവർ റിലീസ് ചെയ്യുന്നത് വരെ എനിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. എപ്പോഴാണോ എപ്പിസോഡ് റിലീസ് ആവുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ആൻഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളൊരു പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഇന്നലെ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പോൾ ചെയ്യാത്തവർ വേഗം തന്നെ ചാനലിൽ പോയിട്ട് ഏത് ഡ്രാമ വേണം എന്നുള്ളതിൽ ഒന്ന് പോൾ ചെയ്തേക്കൂ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.